ചുമ്മാതിരുന്നെടുത്തിട്ട് ചുണ്ണാമ്പിട്ടിളക്കി എന്ന് പറയുന്നൊരു നാടൻ പഴഞ്ചൊല്ലുണ്ട്. അത് അന്വർത്ഥമാക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ വേരിഫൈഡ് ആയിട്ടുള്ളൊരു ദൃശ്യമാണ്. ഏറ്റവും വലിയ പവർഫുൾ ബാലിസ്റ്റിക് മിസൈൽ ഉള്ളത് ഇറാൻ്റെ കൈവശമാണ്. അതിശക്തമാണത്. അതിനകത്തുള്ള ന്യൂനത ഈ പോയി ആക്രമിക്കുന്ന സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളും ബാക്കിയുള്ള അവിടുത്തെ ഡെബ്രീസും ഡെത്തും ഡീറ്റെയിൽസും ഒന്നും കളക്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇല്ലെന്നേ ഉള്ളൂ. അത് ഇഷ്ടം പോലെ ശേഖരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് അത് വാങ്ങിയിട്ടുമുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇത് അടികൊണ്ട് പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങിത്തീരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹോർമിസ് കടലെടുക്ക് അടച്ചു, എന്നിട്ട് അതിലൂടെ ഇനി ഒരു തുള്ളി എണ്ണ കടന്നു പോയാൽ അത് ആക്രമിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്ര ഗുരുതരമാണ്. 2 യുദ്ധവെറിയന്മാർ സൃഷ്ടിച്ച ഒരു സംഗതിയുടെ ഫലം ഏത് രാജ്യത്തെ ആയാലും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ലേ? ദേ ഈ ദൃശ്യം ഒന്ന് കണ്ടു. ടെല്ലവീവിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തേക്കാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ തുളച്ചു പോകുന്നത്. മനുഷ്യരാണ് അവിടെയും താമസിക്കുന്നത്. ഇതിൽ ജൂതനെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ല. നമ്മൾ രാത്രി ഉറങ്ങാൻ ഇന്ന് കിടക്കുമ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് ആ കിടക്കുന്ന കട്ടിലിന് മുകളിലേക്ക് ഇത് വന്ന് പതിച്ച് കുടുംബം മുഴുവൻ ഇല്ലാതാകുന്ന സ്ഥിതിയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? ഇതുപോലെ പല സ്ഥലങ്ങളിലേക്ക് വളരെ ശക്തമായി ബോംബാർഡ്മെൻറ്റ് നടക്കുകയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അവരൊരു തരം കെട്ടുവിട്ട പട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്താ പറയുന്നത്, എല്ലാം കൈവിട്ടു പോയ വാശിയോടെ കരുത്തോടെയാണ് അവർ അടിക്കുന്നത്. ഒരു 50 എണ്ണം അവിടെ കടിക്കുമ്പോഴാണ് ഒന്ന് മിഡിൽ ഈസ്റ്റിലെ US ബേസിലേക്ക് പായിക്കുന്നത്. വല്ലാത്ത ഒരു ദുരന്തത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. ഇതിനിടയിൽ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തതുപോലെ മൊസദിൻ്റെ ആളുകളെ സൗദി അറേബ്യയിൽ നിന്നും മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് 9 പേരെ മറ്റൊക്കെ അറസ്റ്റ് ചെയ്ത വാർത്തയും ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കറങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒമാനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഒമാനെ ആക്രമിച്ചിട്ടില്ല എന്ന് ഇറാൻ മറുപടിയും പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ പേരിന് നമ്മൾ സാധാരണ ഒരു അടി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി അടിച്ച് അതിലൂടെ ഈ റീജിയണൽ ടെൻഷൻ വർദ്ധിപ്പിക്കാനും അതുവഴി പല ഉദ്ദേശങ്ങളും സാധിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളും പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഈ മൊസദ് എന്നൊക്കെ പറയുന്നത് ചില്ലറക്കാരല്ല. അവർക്ക് ഏത് നുണയും സത്യമാക്കാനും ഏത് സാഹചര്യങ്ങളെയും വളച്ചൊടിക്കാനും അപാരമായ കഴിവാണ്. പക്ഷെ കഴിയാത്തത് ഈ നെഞ്ചു പുലർക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ്. നിന്ന് കത്തുകയാണ് ടെല്ലവീവിലെ പല സ്ഥലങ്ങളും. ഇതൊരു വേരിഫൈഡ് റിപ്പോർട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്.